بسم الله الرحمن الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 22-ാം അധ്യായം ഹിസ്ബുൽ ഉമ്മത്തിൽ മുഹമ്മദിയ, ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണുള്ളത്. ആ അധ്യായത്തിലെ അവസാനത്തെ കവിത നാം കഴിഞ്ഞ ക്ലാസ്സിൽ സാരം പറഞ്ഞു തുടങ്ങി. അത് പൂർത്തിയായിട്ടില്ല. ഇന്ന് നാം അത് പൂർത്തിയാക്കുകയാണ്. സല്ലൽ വലിയു വസല്ലമ അലൽ ഗിയാസി ഹത്തമ സല്ലൽ ഹമീദു വസല്ലമ അലൽ അജീരി ഹുല്ലിമ. സല്ലൽ വലിയു, വലിയിൻ്റെ അർത്ഥം നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വലിയ എന്ന് പറഞ്ഞ സഹായി എന്നും മുഹിബ് ഇഷ്ടപ്പെടുന്നവൻ എന്നും രക്ഷിതാവ് രക്ഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളൊക്കെ ഇവിടെ നൽകാവുന്നതാണ്, അള്ളാഹുവിനെ കുറിച്ച് പറയാവുന്നതാണ്. വലിയായ അള്ളാഹു അവൻ്റെ പ്രകീർത്തനവും വസല്ലമ അവൻ്റെ രക്ഷയും നൽകട്ടെ അലൽ ഗിയാസി ഹത്തമ, ഗിയാസായ നബിയുടെ മേലിൽ. ഗിയാസ് എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേരാണ് ഗിയാസ്. എന്താണ് ഗിയാസ്? യാ ഗിയാസ് അൽ മുസ്തഗീസീൻ എന്നൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറയുമല്ലോ. അള്ളാഹുവിൻ്റെയും പേരാണ് മുഗീസ്. അള്ളാഹുവിനെ വിളിക്കുന്നിടത്ത് ഗിയാസുൽ മുസ്തഗീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ അള്ളാഹുവിനെ ഗിയാസ് കൊണ്ട് വിളിച്ച്. അള്ളാഹുവിന് സഹായി എന്നുള്ള കുറേ അർത്ഥം വരുന്ന കുറേ പേരുകൾ അള്ളാഹുവിനുണ്ട്. ഗിയാസിൻ, മുഗീസ്, നസീർ, മുഈന്, അങ്ങനെ കുറേ പേരുകൾ അള്ളാഹുവിന് സഹായി എന്നർത്ഥം വരുന്ന പേരുകളുണ്ട്. അത് അലൽ ഗിയാസി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറഞ്ഞത്. ഗിയാസ്, സഹായിക്കുന്ന നബി. അലൽ ഗിയാസി ഹത്തമ, നിർബന്ധമുള്ള കാര്യങ്ങൾ വിവരിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനുൽ ഇസ്ലാമിൽ മനുഷ്യന് രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന ശാന്തിയും സമാധാനം നൽകുന്ന കാര്യങ്ങളാണ് ദീനുൽ ഇസ്ലാമിൽ നിർബന്ധമായ കാര്യങ്ങൾ. ദീനുൽ ഇസ്ലാമിൽ നിർബന്ധമായ കാര്യങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഒരു വികാരമല്ല. അള്ളാഹു വികാരജീവിയല്ല. അള്ളാഹുവിന് ആഗ്രഹവും വികാരമൊന്നുമില്ല. അള്ളാഹു തആല കുറേ നിർബന്ധങ്ങൾ ദീനുൽ ഇസ്ലാമിൽ വെച്ചിട്ടുണ്ട്. എന്തിനാണ് വെച്ചത്? അത് മാനവികതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു വെച്ചതാണ്. ഭൂമിയിൽ മനുഷ്യന്മാർ ജീവിക്കുമ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു തആല മാനവികത നിലനിർത്താൻ വേണ്ടി വെച്ചതാണ് കുറേ നിർബന്ധങ്ങളും കുറേ അരുതായ്മകളും. അള്ളാഹുവിന് അതിൽ നിന്നൊന്നും നേടാനില്ല. അപ്പം അങ്ങനെ ഇവിടെ മാനവികത, ഈ ഭൂമിയുടെ അവസാനം വരെ, അന്ത്യം വരെ മാനവികത നിലനിർത്തിയവർക്ക് അള്ളാഹു തആല സമ്മാനമായി ശാശ്വതമായ സുഖം ആഖിറത്തിൽ കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനവുമുണ്ട്. അല്ല, ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞത് അള്ളാഹുവിന് കുറേ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അല്ല. അത് അടിച്ചേൽപ്പിക്കലല്ല. എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. എന്താ കള്ള് കുടിച്ചാൽ സംഭവിക്കുക, എന്താണ് വ്യഭിചാരം കൊണ്ട് സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരാ? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അത് ഹത്തമ, മാതാപിതാക്കളെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്.
ഉസ്താദുമാർക്ക് നന്മ ചെയ്തു കൊടുക്കൽ, അവരെ ബഹുമാനിക്കൽ, ആദരിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ നിർബന്ധമുള്ള കുറേ മര്യാദകൾ, ദീനുൽ ഇസ്ലാമിലുള്ള മര്യാദകൾ അത് പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൽ ഹമീദു വസല്ലമ അലൽ അജീരി ഹുല്ലിമ. സ്തുത്യർഹനായ അല്ലാഹു തആല അവൻ്റെ പ്രകീർത്തനവും രക്ഷയും നൽകട്ടെ. അലൽ അജീരി, രക്ഷകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അജീർ എന്ന് പറയുന്നത് മുൻ വേദങ്ങളിൽ വന്ന മുത്തുനബിയുടെ ഒരു പേരാണ്. അതിൻ്റെ അർത്ഥം ഇമാമിങ്ങൾ പറഞ്ഞത് രക്ഷകൻ, സംരക്ഷിക്കുന്നവൻ, ഉമ്മത്തിനെ സംരക്ഷിക്കുന്നവൻ. ഹുല്ലിമ, സഹനം നൽകപ്പെട്ടതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ഹലീമാണ്, അല്ലാഹു തആലയും ഹലീമാണ്. മുത്തുനബിക്ക് ഹിൽമുണ്ട്. ഹലീം എന്ന് പറഞ്ഞാൽ സഹനം, സഹിഷ്ണുത. ഹിൽമ് എന്ന് പറയുന്നത് ഒരാൾ നമ്മെ ആക്രമിച്ചു, ആ ആക്രമിക്കുന്ന സമയത്ത് പ്രതികരിക്കാൻ അശക്തി ഉണ്ടായത് കൊണ്ട് പ്രതികരിക്കാതിരിക്കുക, ക്ഷമിക്കുക. അതിന് വേണമെങ്കിൽ സ്വബർ എന്ന് പറയാം. അതിനൊരിക്കലും ഹിൽമി എന്ന് പറയൂല. ഹിൽമി എന്ന് പറയുന്നത് പ്രതികരിക്കാൻ പൂർണ്ണമായ കഴിവും സാഹചര്യവും ഉണ്ടായിട്ടും സഹിഷ്ണുവായി പ്രതികരിക്കാതെ ക്ഷമ കൊള്ളുന്നതിനാണ് ഹലീം എന്ന് പറയുക. അത് നല്ല ബുദ്ധിയും, മനുഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ നല്ല ബുദ്ധിയും തൻ്റെ ഇടവും വിവേകവും ധൈര്യവും ഉള്ള വ്യക്തിക്കാണ് ഹിൽമ് എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാകുക. അതുകൊണ്ട് സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ വെച്ച് സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും സഹനുള്ള ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അൽ അജീരി ഹുല്ലിമ, സഹനം നൽകപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലൽ മുഈദു വസല്ലമ അല ശഫീഇ മുഹർരിമ സല്ലൽ മുമീതു വസല്ലമ അലൽ വജീഹി ഉൽഹിമ. സല്ലൽ മുഈദു, ആവർത്തിച്ച് പടക്കുന്നവനായ അല്ലാഹു തആല അവൻ്റെ പ്രകീർത്തനമുണ്ടായിരിക്കട്ടെ. വസല്ലമ, അവൻ്റെ രക്ഷയും ഉണ്ടായിരിക്കട്ടെ. മുഈദ് എന്ന് പറഞ്ഞാൽ ആവർത്തന സൃഷ്ടി, ആവർത്തിച്ചുകൊണ്ട് സൃഷ്ടിക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞതിൽ ഉദ്ദേശം സൃഷ്ടിച്ചതിനെ വീണ്ടും സൃഷ്ടിക്കൂല്ലോ. അള്ളാഹു തആല എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ഷൈഇൻ. അള്ളാഹു എപ്പോഴും സൃഷ്ടിക്കും, ഖാലിഖ് എപ്പോഴും. അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ പ്രപഞ്ചത്തിന്. പ്രപഞ്ചത്തിൻ്റെ ഓരോ കോണുകളിലും വ്യത്യാസങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും നമ്മളിലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ഓരോ സെക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാം വികസിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പ്രവർത്തനം തന്നെ അള്ളാഹു തആല അപ്പോൾ തരികയെന്നാണ് ആ കഴിവ്. അപ്പോൾ അള്ളാഹ് തന്നെയാണ് ആ സൃഷ്ടിക്കുന്നത്. നമുക്കൊരു ഇഖ്തിയാറുണ്ട്, നമുക്കൊരു ഉദ്ദേശം, ഒരു വേണ്ടുക വെക്കുന്ന സമയത്ത് അത് ചെയ്യാനുള്ള, നമ്മൾ തീയിലേക്ക് തൊടാൻ നാം ഉദ്ദേശിക്കുമ്പോൾ തീയിൽ തൊടാൻ അള്ളാഹു തആല കഴിവ് തരും. വലിക്കുകയാണെങ്കിൽ വലിക്കാനുള്ള കഴിവ് തരും. ഇങ്ങനെ അള്ളാഹു തആല എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് മുഈദ്. മുഈദ് എന്ന് പറഞ്ഞാൽ പുനർജന്മം മാത്രമല്ല. മുഈദ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സൃഷ്ടിപ്പിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നവൻ, എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവൻ. അല ശഫീഇ മുഹർരിമ, ശുപാർശകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഹർരിമ, നിഷിദ്ധമായ കാര്യങ്ങളെ വിവരിച്ചു കൊടുക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ള് കുടിക്കാൻ പാടില്ല. എന്താ കള്ള് കുടിച്ചൂടെ? കള്ള് കുടിച്ചപ്പോൾ എന്താ പ്രശ്നം? അത് കുറച്ച് സമയത്ത് തീരെ കള്ള് കുടിക്കാൻ പാടില്ല എന്നെന്താ പറഞ്ഞത്? കള്ള് കുടിച്ചൂടെ? കുറച്ച് കള്ള് കുടിച്ച് പിന്നെ ബോധമൊക്കെ വന്നതിന് ശേഷം പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ജനങ്ങളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ എന്താ കുഴപ്പം? അങ്ങനെയൊക്കെ ഇക്കാലത്ത് സംശയം ചോദിക്കുന്നവരുണ്ടാവും.
കള്ള് കുടിച്ചാൽ എല്ലാവർക്കും അറിയാം, ഡോക്ടർമാരൊക്കെ എന്ന് തർപ്പിച്ച് പറഞ്ഞില്ലേ, ആന്തരിക അവയവങ്ങൾക്ക് വലിയ നാശങ്ങളും പ്രശ്നങ്ങളും കള്ള് കുടിക്കുന്നവർക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പം അത് മാനവികതയ്ക്ക് എതിരാണ്. മാത്രമല്ല, കള്ള് കുടിച്ചാൽ 90% ആളുകളും ആ കള്ള് കുടിച്ചതിന് ശേഷം പ്രശ്നമുണ്ടാക്കുന്നവരാണ്. സ്വന്തം ഭാര്യയോടോ കുടുംബങ്ങളോടോ നാട്ടുകാരോടോ സുഹൃത്തുക്കളോടോ ഒക്കെ കള്ള് കുടിച്ചതിന് ശേഷം വഴക്ക് കൂടുന്നവരാണ്, അടിപിടി ഉണ്ടാക്കുന്നവരാണ്. അതെല്ലാം മാനവികതയ്ക്ക് എതിരാണ്. അപ്പോൾ ഇവിടെ മാനവികത, ആദമീയത്ത്, മനുഷ്യത്വം അത് നിലനിൽക്കുകയാണ് വേണ്ടത്. അതിനാണ് അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ടുള്ള ഉപകാരം നമുക്ക് തന്നെയാണ്. സല്ലൽ മുമീതു വസല്ലമ അലൽ വജീഹി ഉല്ലിമ. മുമീത്തായ അള്ളാഹു, മരണം നൽകുന്ന അള്ളാഹു, മരിപ്പിക്കുന്ന അള്ളാഹു. അള്ളാഹുവിൻ്റെ കഴിവാണ് ജീവിപ്പിക്കലും മരിപ്പിക്കലൊക്കെ. മരിപ്പിക്കുന്ന അള്ളാഹു, മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. മരണം എന്ന് പറഞ്ഞാൽ, മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുതിയൊരു ജീവിതം തുടങ്ങിക്കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം. ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം അവസാനിച്ചു എന്നല്ല. അത് നമ്മെപ്പോലത്തെ വിവരമില്ലാത്ത ആളുകൾ മനസ്സിലാക്കുന്നതാണ്. മരണം എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ സാക്ഷാൽ ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. മരണത്തോടു കൂടെ ഖബറിലേക്ക് വെക്കുന്നത് വരെയും വെച്ചതിന് ശേഷവും യഥാർത്ഥ റൂഹ് അങ്ങ് വിട്ടുപിരിഞ്ഞ് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ കൂടെ അവൻ്റെ വേറൊരു റൂഹുണ്ട്. റൂഹ് ഹക്കാനി എന്ന് പറയുന്നൊരു റൂഹുണ്ട്. ആ റൂഹ് എല്ലാ കാര്യങ്ങളും കേൾക്കാനും കാണാനും ഉൾക്കൊള്ളാനും വേദന അനുഭവിക്കാനും കഴിവുള്ള റൂഹാണ് റൂഹ് ഹക്കാനി. ആ റൂഹ് ഹക്കാനി ഒരിക്കലും മഹ്ശറിലേക്ക് എത്തുന്നത് വരെ, എത്തിയതിൻ്റെ ശേഷവും ഈ മനുഷ്യനോട്, ഈ മനുഷ്യൻ്റെ എല്ലാം എന്താ ബാക്കിയുള്ളത് അതിനോട് വിട്ടുപിരിയുന്നില്ല. ഈ മനുഷ്യനില്ലാതാവുമല്ലോ. മനുഷ്യന് വെള്ളത്തിൽ കലർന്നു എന്ന് പറഞ്ഞാൽ ആ വെള്ളം ഉണ്ട്, അതിൻ്റെ അംശം വെള്ളത്തിലുണ്ടല്ലോ. മണ്ണിനോട് കലർന്നു പറഞ്ഞാൽ മണ്ണിൽ അപ്പോഴും ആ മനുഷ്യൻ്റെ അംശം, പാർട്ടുകൾ ആ മണ്ണിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ റൂഹ് ഹക്കാനി എന്ന സാധനം അവിടെയും ഉണ്ട്. അതുകൊണ്ട് മരണം എന്ന് പറഞ്ഞാൽ, ആ മരണം എന്ന് പറയുന്ന ആ അനുഭവത്തിന് തൊട്ട് മുമ്പ് ഉള്ള ജീവിതത്തിൽ അവന് നന്മ ചെയ്തവനാണോ തിന്മ ചെയ്തവനാണോ, നന്മ ചെയ്തവനാണെങ്കിൽ ആ നന്മ അനുഭവിക്കാനുള്ള പിന്നത്തെ ഒരു പുതിയ ജീവിതത്തിൻ്റെ സന്ദർഭമാണ് ഈ മരിക്കുക എന്ന് പറയുന്നത്. തിന്മയാണെങ്കിൽ ആ തിന്മയുടെ അനുഭവങ്ങൾ അനുഭവിക്കാനുള്ള ജീവിതത്തിൻ്റെ തുടക്കമാണ്. അത് ഖബർ എന്ന് പറയുന്നത്. അൽ ഖബർ അവ്വലു മൻസിലിമിൻ മനാസിലിൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബർസഖിയ ജീവിതം, ഖബർ ജീവിതം എന്ന് പറയുന്നത് അത് ആഖിറത്തിലേക്കുള്ള ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്നാ ഖബറിനെ പറ്റി. അവ്വലു മൻസിലിമിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള പോക്കാണ്. ആ പോക്കിലൊന്ന് ഇറങ്ങി താമസിക്കുന്ന സമയമാണ് ഖബർ എന്ന് പറയുന്നത്. ആ ഖബറിലും ശിക്ഷയും രക്ഷയും ഒക്കെ അല്ല, ഹിസാബൊക്കെ ഖബറിലുണ്ട് എന്ന് ഹദീസുകളിലൊക്കെ ഉണ്ട്. ആരിഫ്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞതാണ്. അലൽ വജീഹി ഉൽഹിമ. വജീഹി എന്ന് പറഞ്ഞാൽ പ്രതാപിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഉൽഹിമ, അല്ലാഹു തആല ബോധനം, ദിവ്യബോധനം നൽകപ്പെട്ട, ഉൽഹിമ ദിവ്യബോധനം നൽകപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ദിവ്യബോധനം, മുത്തുനബിയുടെ ദിവ്യബോധനം എങ്ങനെയാണ്? ഓരോ സെക്കൻഡിലും, ഓരോ ചലനങ്ങളിലും, ഓരോ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ദിവ്യബോധനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് മുത്തുനബിയുടെ ഒരു ചലനത്തിലും വാക്കിലോ പ്രവർത്തിയിലോ ഒന്നിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നുമില്ല. അതുകൊണ്ട് അള്ളാഹു തആല മുത്തുനബിയെ ആക്ഷേപിച്ചിട്ടേ ഇല്ല. മുത്തുനബിയുടെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും അള്ളാഹു തആല പറഞ്ഞത് അത് എൻ്റെ അടുക്കൽ വലിയ ആദരണീയമാണ് എന്നാണ് പറഞ്ഞത്. സല്ലൽ അഫ്വു വസല്ലമ അലൻ നസീഹി ഖുദ്ദിമ സല്ലർ റഊഫ് വസല്ലമ അലൽ മബർരി മുൻഇമ. സല്ലൽ അഫ്വു വസല്ലമ, മാപ്പ് ചെയ്യുന്നവനായ അല്ലാഹു തആല
അവൻ്റെ പ്രകീർത്തനവും അവൻ്റെ രക്ഷയും ഉണ്ടായിരിക്കട്ടെ അലൻ നസീഹി ഉപദേശകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുദ്ദിമ എല്ലാവരെക്കാളും മുന്തിക്കപ്പെടുന്ന എല്ലാ അംബിയ മുർസലീങ്ങളെക്കാളും മലക്കുകളെക്കാളൊക്കെ മുന്തിക്കപ്പെടുന്നവരാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഉപദേശകർ എന്ന് പറഞ്ഞാൽ ഉപദേശകരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉപദേശകർ അത് അംബിയ മുർസലീങ്ങളാണ്. ആ അംബിയ മുർസലീങ്ങളിൽ മുന്തിക്കപ്പെടുന്നവരാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലൽ റഊഫ് വസല്ലമ അലൽ മബർരി മുൻഇമ. റഊഫ് അള്ളാഹുവിൻ്റെ പേര്, കൃപാലുവായ അള്ളാഹു, മുത്തുനബിൻ്റെ പേരുമാണ് റഊഫ്. കൃപാലുവായ അള്ളാഹു അവൻ്റെ പ്രകീർത്തനവും രക്ഷയും ഉണ്ടായിരിക്കട്ടെ അലൽ മബർരി സൽവൃത്തരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, മുൻഇമ അനുഗ്രഹിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. സല്ലൽ ഗനിയ്യു വസല്ലമ. ഓരോന്നിനെ കുറിച്ചും ഓരോ ഇസ്മിനെ കുറിച്ചും നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ഇത് ഈ ക്ലാസ് ഇന്നും നാളിന്നും തീരൂല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സല്ലൽ ഗനിയ്യു വസല്ലമ അലൽ വകീലി മുക്രിമ. സല്ലൽ ബദീഉ വസല്ലമ അലൽ കഫീലി ഉക്രിമ. സല്ലൽ ഗനിയ്യു ഈശ്വരനായ അല്ലാഹു തആല പ്രകീർത്തനം നൽകട്ടെ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ളവൻ. അതാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ അള്ളാഹുവാണ്. ഗനിയ്യ് എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ളവൻ. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞാൽ ആരുടെ ആവശ്യമില്ലാത്ത, അങ്ങനെ ഒരൊറ്റടുത്തന്നെ ഉള്ളൂ, അള്ളാഹ് മാത്രം. ഒരാർക്കും ആ വാദം വാദിക്കാൻ പറ്റില്ല. ഗനിയ്യ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ തൊട്ട് ഈശ്വരനായവൻ, പ്രപഞ്ചത്തിൻ്റെ ഒരു ആവശ്യമില്ലാത്തവൻ, പ്രപഞ്ചത്തിൽ നിന്നും പൂർണ്ണമായി പ്രപഞ്ചത്തിൻ്റെ ഒരാവശ്യമില്ലാത്തവൻ. പ്രപഞ്ചം അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചമല്ല ഇവിടെ ഉള്ളത്. ആകെ രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് അള്ളാഹു, ഒന്ന് പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചത്തിൽ ഒരു പാർട്ടിൻ്റെയും ആവശ്യമില്ലാത്തവൻ, സ്ഥലത്തിൻ്റെ ആവശ്യമില്ല, സമയത്തിൻ്റെ ആവശ്യമില്ല, ഒന്നിൻ്റെയും ആവശ്യമില്ലാത്തവൻ, അതാണ് അള്ളാഹു തആല. പ്രപഞ്ചത്തിന് അള്ളാഹ് പിന്നെ പഠിച്ചതാണല്ലോ, അപ്പോൾ അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലായി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരുമാണ് ഗനിയ്യ്. നബി തങ്ങൾക്ക് മൂനി എന്നും പേരുണ്ട്, ഗനിയ്യ് എന്നും പേരുണ്ട്. അലൽ വക്കീലി ഏൽപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിൻ്റെ കാര്യം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വക്കീലി എന്ന് പറയുമ്പോൾ ഈ ഉമ്മത്തിൻ്റെ കാര്യം മാത്രമല്ല മുത്തനബി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, മൊത്തം അക്വാനിൻ്റെ പ്രപഞ്ചത്തിൻ്റെ കാര്യം മൊത്തം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ ലിഹാദിൽ ഉമ്മത്തി എന്നല്ല ഖുർആൻ പറഞ്ഞത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിഹാദിൽ ഉമ്മ എന്നല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളും, അതിന് ആരും ഒഴിവില്ല. അതുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ പടക്കപ്പെടുന്നതിൻ്റെ മുത്തനബിനെ പഠിച്ചത്. എല്ലാവരുടെയും കാര്യം ഏൽപ്പിക്കപ്പെട്ട ആളാന്ന് പറയുമ്പോൾ അപ്പോൾ സൂര്യൻ ഉണ്ടാണിൻ്റെ മുത്തനബി ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് സംശയം വരും. അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ട് സൂര്യനും അർശും കുർസിയും സർവ്വം ഉണ്ടായത്. അപ്പോൾ എല്ലാവർക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്ത് ചെയ്യുന്നുണ്ട്. ആ റഹ്മത്ത് അള്ളാഹുവാണ് മുത്തനബിക്ക് കൊടുക്കുന്നത്. ആ റഹ്മത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട ആൾ എന്ന വക്കീൽ. മുക്രിമ ആദരിക്കുന്നവരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കേണ്ടവരെ ആദരിക്കുന്ന വിധത്തിൽ ബഹുമാനിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ബഹുമാനിക്കുന്ന? മുത്തനബിയും ബഹുമാനിച്ചിട്ടുണ്ട്, ബഹുമാനിക്കാൻ മുത്തനബി പഠിപ്പിച്ചിട്ടുമുണ്ട്. അതൊരു ബഹുമാനിക്കലാണ്. അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞു, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞു, ഇൽമിൻ്റെ അഹ്ലുകാരെ ബഹുമാനിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അപ്പോൾ അതൊക്കെ ബഹുമാനിക്കലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലൽ ബദീഉ വസല്ലമ അലൽ കഫീലി ഉക്രിമ. സല്ലൽ ബദീഉ വസല്ലമ, മുൻ പ്ലാനില്ലാതെ സൃഷ്ടിക്കുന്ന അള്ളാഹു, അതാണ് അള്ളാഹിൻ്റെ കഴിവ്. മുൻ പ്ലാനില്ലാതെ പടക്കുന്നവൻ അള്ളാഹു മാത്രമാണ്.
മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും പടക്കുന്നുണ്ടെങ്കിൽ അത് മുൻ പ്ലാൻ, ഒരു മാതൃക വേണം. ഇപ്പോൾ പ്ലെയിന് പഠിച്ചത് അല്ലാഹു തആല പക്ഷികളെ പഠിച്ച ആ മാതൃക നോക്കിയിട്ടാണ് പ്ലെയിന് ഉണ്ടാക്കിയത്, പ്ലെയിന് കണ്ടുപിടിച്ചത്, പ്ലെയിനിൻ്റെ നിർമ്മാണം. അങ്ങനെ എന്ത് നിർമ്മിച്ചാലും ഇവിടെ റോബോട്ട് നിർമ്മിക്കുന്നത് മനുഷ്യൻ്റെ മാതൃകയാക്കിയിട്ട് ആ പ്ലാന് കണ്ടിട്ടാണ് റോബോട്ട് നിർമ്മിക്കുന്നത്. അല്ലാഹു തആല അങ്ങനെയല്ല. അള്ളാഹുവിന് മുൻപ് ഒരു പ്ലാന് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല. മുൻ പ്ലാനിൻ്റെ ആവശ്യമില്ലാതെ, മുൻ പ്ലാൻ ഇല്ലാതെ അല്ലാഹു തആല പടക്കുന്നവനാ. സല്ലൽ ബദീഉ വസല്ലമ അലൽ കഫീലി ഉക്രിമാ. ബദീഉ, ഇബ്ദാഅ്, അടിമക്ക്, ഔലിയായിന് ഇബ്ദാഇന് കഴിയും. ആ ഇബ്ദാഅ് നമ്മൾ ഔലിയ അല്ലാത്ത ആളുകളൊരു സംഗതി പറയണമെങ്കിൽ, ചെയ്യണമെങ്കിൽ കുറേ ആലോചിച്ച്, മുൻകൂട്ടി ആലോചിച്ചിട്ട് പ്ലാൻ ചെയ്യേണ്ടി വരും. ഔലിയാവിന് അല്ലാഹു തആല അവരുടെ നാവിലൂടെ അതാണ് നടത്തുക. ഒരു കാര്യം പറയാനും ഒരു വലിയ ഒരു പ്രസംഗം പ്രസംഗിക്കാനൊക്കെ അല്ലാഹു അവരുടെ നാവിലൂടെ അതങ്ങ് നടത്തും. അബ്ദുൽ ബദീ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എത്തിയ വലിയ അങ്ങനെ ചെയ്യലും അങ്ങനെ തന്നെ. സല്ലൽ ബദീഉ വസല്ലമ അലൽ കഫീലി ഉക്രിമ. കഫീൽ എന്ന് പറഞ്ഞാൽ ഉമ്മത്തിൻ്റെ കാര്യമൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഏൽപ്പിച്ചു. അപ്പോൾ മുത്തനബി ഏൽപ്പിക്കപ്പെട്ട ആളാണ്. കഫീൽ അത് ഏറ്റെടുത്ത ആൾ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതാണ് കഫീൽ. മുത്തനബിക്കുള്ള വലിയ സ്ഥാന കഫീൽ. ഉക്രിമ, ആദരിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനിക്കപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലർ റഷീദു വസല്ലമ അലൽ അസീസ് ഇസ്തഅ്സമ സല്ല സ്വബൂറു വസല്ലമ അല ഷഫീഖി ഖവമ. സല്ലർ റഷീദു വസല്ലമ, മാർഗദർശിയായ അല്ലാഹു തആല അവൻ്റെ പ്രകീർത്തനവും അവൻ്റെ രക്ഷയും ഉണ്ടായിരിക്കട്ടെ. അലൽ അസീസി, പ്രതാപിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്തഅ്സമ, എല്ലാ കുറവുകളിൽ, എല്ലാ ദോഷങ്ങളിൽ നിന്നും, വേണ്ടാത്തരങ്ങളിൽ നിന്നും, എല്ലാ മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും കാവൽ നൽകപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സുരക്ഷ നൽകപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലസ്സബൂറു വസല്ലമ അല ഷഫീഖി ഖവമ. ക്ഷമാശീലനായ അല്ലാഹു തആല, സബൂർ, ക്ഷമാശീലനായ അല്ലാഹു തആല പ്രകീർത്തനവും രക്ഷയും നൽകട്ടെ. അല ഷഫീഖി, ആർദ്രതയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, ഷഫഖത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, ഉമ്മത്തിനോട് വലിയ അനുകമ്പയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖവ്വമ, ഉമ്മത്തിനെ ചൊവ്വാക്കുന്നവരായ, ശരിപ്പെടുത്തിയതായ, ശരിയുടെ വഴി കാണിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലൽ ജമീലു വസല്ലമ അലൽ ഫസീഹി അല്ലമ സല്ലൻ നസീറു വസല്ലമ അലൽ ഗഫൂരി അഅളമ. സല്ലൽ ജമീലു വസല്ലമ, ഭംഗിയുള്ള അല്ലാഹു തആല, അന്യൂനൻ, ഒരു ന്യൂനതയുമില്ലാത്തവൻ. മുത്തുനബിയെക്കുറിച്ചൊക്കെ നമ്മൾ അന്യൂനൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആപേക്ഷികമാണ്. സൃഷ്ടികളെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ന്യൂനതയില്ലാത്ത ആൾ എന്നേ അർത്ഥമുള്ളൂ. മുത്തുനബിയെക്കുറിച്ച് നാം ഏറ്റവും ഭംഗിയുള്ള ആൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതും ആപേക്ഷികമാണ്. സൃഷ്ടികളിൽ ഏറ്റവും ഭംഗിയുള്ള ആൾ എന്നർത്ഥമുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും ഭംഗിയുള്ളവൻ എന്നല്ല പറയാം, അത് അബദ്ധ. അള്ളാഹുവിനെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹിൻ്റെ ഒരു പേരാ ജമീൽ. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അള്ളാഹു ഏറ്റവും ഭംഗിയുള്ളവന് എന്നുള്ള അല്ല അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. മുത്തനബിയുടെ ശ്രദ്ധ കണ്ടില്ലേ? ഏറ്റവും ഭംഗിയുള്ളവെന്ന് പറഞ്ഞാൽ എന്താവും? ഏറ്റവും ഭംഗിയുള്ളവെന്ന് പറയുമ്പോൾ വേറെയും ഭംഗിയുള്ളവരുണ്ട് എന്ന് സമ്മതിക്കലാവും. വേറെയും ഭംഗിയുള്ളവരുണ്ട്
പക്ഷേ അവരെ അപേക്ഷിച്ച് അള്ളാഹുവാണ് ഏറ്റവും ഭംഗിയുള്ളവെന്ന് അർത്ഥം വരിക. അള്ളാഹുവിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹിൻ്റെ ഭംഗിയുടെ കൂടെ ഒരംശത്തിലും ഒരാളുമില്ല അള്ളാഹിൻ്റെ കൂടെ പറയാൻ ഭംഗിയുള്ളവൻ കൂടെ പറയാം. അപ്പോൾ പിന്നെ ഏറ്റവും ഭംഗി എന്ന് പറയേണ്ടതില്ല, ഭംഗിയുള്ളവനാണ് അള്ളാഹു താല. അള്ളാഹു ഏറ്റവും ഭംഗിയുള്ളവന് എന്നല്ല പറയേണ്ടത്, അള്ളാഹു ഭംഗിയുള്ളവൻ. സല്ലൽ ജമീലു വസല്ലമ അലൽ ഫസീഹി അല്ലമ. ഫസീഹായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസീഹ് എന്ന് പറഞ്ഞാൽ വാഗ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലമ ഉമ്മത്തിനിക്ക് അധ്യാപനം നടത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലൻ നസീറു വസല്ലമ സഹായിയായ അല്ലാഹു തആല, അല്ലാഹു സഹായിയ മുത്തനബി സഹായിയ. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മലായികത്തും സഹായികളാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളും സഹായികളാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുത്തനബിക്ക് സഹായിയാണ്. സല്ലൻ നസീറു വസല്ലമ നസീറായ അള്ളാഹു, സഹായിയായ അള്ളാഹുവിൻ്റെ ഗുണം, അള്ളാഹുവിൻ്റെ പ്രകീർത്തനവും അവൻ്റെ രക്ഷയുമുണ്ടായിരിക്കട്ടെ അലൽ ഗഫൂരി വിജയിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അഅ്ളമ സമുന്നതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സൃഷ്ടികളിൽ സമുന്നതർ. സല്ലൽ മലീകു വസല്ലമ അലൽ ഫലാഹി അഫ്ഖമ സല്ലൽ മുനീറു വസല്ലമ അലൽ ഖതൂലി അബ്സമാ. സല്ലൽ മലീകു സർവാധിപനായ അല്ലാഹു തആല, അവൻ്റെ പ്രകീർത്തനവും രക്ഷയും ഉണ്ടായിരിക്കട്ടെ. സല്ലൽ മലീകു അലൽ ഫലാഹി സർവാധിപനായ അള്ളാഹുവിൻ്റെ പ്രകീർത്തനവും രക്ഷയും ഉണ്ടായിരിക്കട്ടെ. അലൽ ഫലാഹി ഫലാഹായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഫലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേരാണ്. ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുന്നുണ്ടല്ലോ. എന്താ ഫലാഹ്? ഫലാഹി എന്ന് പറഞ്ഞാൽ സഹായം, വിജയം. സഹായമല്ല, വിജയം എന്ന്. ഹയ്യ അലൽ ഫലാഹ്, പൂർണ്ണമായ വിജയത്തിനാണ് ഫലാഹ് എന്ന് പറയാം. ഹയ്യ അലൽ ഫലാഹ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞില്ലേ, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നവർ അവർക്കാണ് പൂർണ്ണ വിജയം. അപ്പോൾ ഹയ്യ അലൽ ഫലാഹ് വിജയത്തിലേക്ക് വരൂ. ഏത് വിജയമായി പറയുന്നത്? പരീക്ഷയിൽ വിജയമല്ല, ഭക്തിയോടുകൂടുള്ള നിസ്കാരം അതിലേക്ക് വരൂ എന്നാണ് പറയുന്നത്. അതാ ഖുർആൻ പറഞ്ഞ ഫലാഹ്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേരാണ് ഇവിടെ ഫലാഹ് എന്ന് പറയുന്നത്. ജേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാറ്റിലും ജേതാവാണ്, വിജയമുള്ളവരാണ് നബി സല്ലല്ലാഹു. നബി തങ്ങളേക്കാൾ വിജയിച്ച ഒരു വിഷയത്തിലും വിജയിച്ച ആരുമില്ല. അങ്ങനെയാണ് മൗലിദുൽ ഹുസ്നൈനി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൗലിദുൽ ഹുസ്നൈൻ്റെ പ്രമേയം തന്നെ അതാണ്. നബി തങ്ങളേക്കാൾ ഒരു വിഷയത്തിലും ഒരാൾ വിജയിച്ചിട്ടില്ല, മേലെയില്ല. അതാ അൽ ഫലാഹ്. അഫ്ഖമ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ഖമ ഏറ്റവും ബഹുമാനിക്കപ്പെട്ടവരാണ്, ആദരിക്കപ്പെട്ടവരാണ്. സല്ലൽ മുനീറു വസല്ലമ പ്രകാശം നൽകുന്ന അല്ലാഹു തആല, മുത്തനബിക്കുള്ള പ്രകാശവും നൽകിയത് അല്ലാഹു ആണ്. പ്രകാശം പരത്തുന്ന അല്ലാഹു തആല പ്രകീർത്തനവും രക്ഷയും നൽകട്ടെ. അലൽ ഖതൂലി അലൽ ഖതൂലി അബ്സമാ. ഖതൂൽ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ കൊല ചെയ്യുന്നവൻ ആൾ. മുത്തനബി യുദ്ധം ചെയ്തിട്ടുണ്ട്, യുദ്ധത്തിൽ വധിച്ചിട്ടുമുണ്ട്. ഉഹദ് യുദ്ധത്തിൽ ഒരാൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നു. സ്വഹാബത്തൊക്കെ അടുത്തുനിന്ന് അകന്ന ഒരു സമയത്ത് ഒരു ചാട്ടുളി കൊണ്ട് മുത്തനബി കുന്തം കൊണ്ട് രണ്ട് ഭാഗത്ത് കൂർപ്പുള്ള യുദ്ധായുധാണ് ചാട്ടുളി എന്ന് പറയുന്നത്. അതുകൊണ്ട് മുത്തനബിയുടെ പടത്തൊപ്പിക്കൊരു കുത്തു കൊടുത്തു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി, ആ ചാട്ടുളി വാങ്ങിയിട്ട് മുത്തനബി ഒരു കുത്തു കൊടുത്തു. അങ്ങനെ ആ ശത്രു മരിച്ചുപോയി. അപ്പം ശത്രുക്കളെ വധിച്ച
ശത്രുക്കളെ വധിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ മുത്തനബി നേരെ വധിച്ചതുണ്ട്, അല്ലാതെ മുത്തനബി തന്നെയാണ് ബദറിൽ മുത്തനബിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ 70ഓളം ശത്രുക്കൾ, മുത്തനബിക്ക് എപ്പോഴും ശല്യമായിരുന്ന, മുത്തനബി എങ്ങോട്ട് നീങ്ങിയാലും മുത്തനബിയെ വധിക്കാനും എന്തും ചെയ്യാൻ തയ്യാറെടുത്തിരുന്ന ആളുകളാണ് അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത് തുടങ്ങിയ പ്രധാനികളായ ശത്രുക്കൾ, ശത്രുതയിൽ വലിയ പ്രാധാന്യമുള്ള ആളുകൾ. അവരൊക്കെ ഒറ്റടിക്ക് വധിക്കപ്പെട്ടു. അതിൽ അവരൊക്കെ കൊല ചെയ്യപ്പെട്ടതിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പങ്കുണ്ടല്ലോ. മുത്തനബിയുടെ കഴിവ്, മുത്തനബിയുടെ കറാമത്ത, മുത്തനബിയുടെ മുഅ്ജിസത്തായി അള്ളാഹു കൊടുത്തതാണ് അതെല്ലാം. തലേ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ദാ അബൂജഹൽ ഇവിടെ വീഴും, ഉത്ബത്ത് ഇവിടെ വീഴും, ഷൈബത്ത് ഇവിടെ വീഴും. രാത്രി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു. അപ്പോൾ അതാ ഖത്തൂൽ അബ്സം എന്ന് പറഞ്ഞ നല്ല പുഞ്ചിരി. ഇപ്പോൾ ഈ എന്ത് പുഞ്ചിരി? ഈ പുളിച്ച പുഞ്ചിരിയല്ല, നിഷ്കളങ്കമായ ഉള്ളിന്ന് വരുന്ന നല്ല പുഞ്ചിരി, നല്ല ഭംഗിയുള്ള പുഞ്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുഞ്ചിരിയും യുദ്ധത്തിലുള്ള കൊലയും രണ്ടുമ്പോൾ എന്താ ബന്ധം? അത് വലിയ ബന്ധമുണ്ട്. ആ മുത്തനബിയുടെ ഒരു പ്രത്യേകതയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബൂസീരിയൊക്കെ പറഞ്ഞല്ലോ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ആളുകൾ അധികവും യുദ്ധം നേരിടുന്ന സമയത്ത് മുഖം ആകെ വിവരണമായിട്ടുണ്ടാവും, മുഖം ചുളിഞ്ഞു പോയിട്ടുണ്ടാവും, വലിയ ഭയപ്പെട്ടിട്ടുണ്ടാവും. മുഖത്ത് ഒരിക്കലും ഒരു ചിരിയുടെ അവസ്ഥ സാധാരണഗതിയിൽ യുദ്ധകളത്തിൽ ആളുകൾക്ക് ഉണ്ടാവില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. മുത്തനബി യുദ്ധം ചെയ്യുന്ന സമയത്തും മുത്തനബിയുടെ മുഖത്ത് അതൊന്നൊരു വിഷയമല്ലാത്ത മുത്തനബിയുടെ ധീരതയാണ്. അങ്ങേയറ്റത്തെ മനസ്സമാധാനവും ധീരതയുമാണ് അത് സൂചിപ്പിക്കുന്നത്. മുത്തനബിയുടെ പ്രത്യേകത. മുത്തനബിയുടെ മുഖത്ത് അപ്പോഴും ഒരു പുഞ്ചിരിയുടെ മുഖം. സല്ലൽ ജവാദു വസല്ലമ അലൽ മസൂനി തബസ്സമ സല്ലൽ ഹഫിയ്യു വസല്ലമ അലൽ മുഈനി ഫുഖിമാ. സല്ലൽ ജവാദു വസല്ലമ, അത്യുദാരനായ അല്ലാഹു തആല പ്രകീർത്തനവും രക്ഷയും നൽകട്ടെ. അലൽ മസൂനി തബസ്സമ, അലൽ മസൂനി, സുരക്ഷിതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാപങ്ങളിൽ നിന്നും വേണ്ടാത്തവയിൽ നിന്നൊക്കെ അള്ളാഹു സുരക്ഷ നൽകി. സുരക്ഷിതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തബസ്സമ, എങ്ങനത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുഞ്ചിരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിയായിരുന്നു മുത്തുനബിയുടെ സ്വഭാവം. അത്തബസ്സുമു ഫീ വജ്ഹി അഖീക സദഖ, സുഹൃത്തിനെ കാണുമ്പോൾ നീ പുഞ്ചിരിക്കണം, അത് നിനക്ക് നൽകാൻ പറ്റിയ നല്ലൊരു സ്വതക്കയാണ്. എൻ്റെ സുഹൃത്തിന് നൽകാൻ പറ്റിയ, ആർക്കും നൽകാൻ പറ്റിയ ഒരു സ്വതക്കയാണ് മനസ്സറിഞ്ഞുള്ളൊരു പുഞ്ചിരി. അതിന് സ്വതക്കൻ്റെ കൂലിയുണ്ട്. ദോഷങ്ങൾ, സ്വതക്കൻ്റെ കൂലി എന്താ? ദോഷങ്ങളെ കരിച്ചു കളയുന്ന ആ കൂലി പുഞ്ചിരിച്ചാൽ കിട്ടും. എന്ത് നല്ലൊരു മതം, എത്ര ഭംഗിയുള്ള ഒരു സംസ്കാരം ഇസ്ലാമിൻ്റെ സംസ്കാരം. മറ്റൊരർത്ഥം കൂടെ അതിനുണ്ട്. സാധാരണഗതിയിൽ മനുഷ്യന്മാരൊക്കെ ചിരിക്കും അത്ഭുതമുള്ള സമയത്ത്, സന്തോഷമുള്ള സമയത്ത്. ആ സന്തോഷമാണെങ്കിലും അത്ഭുതത്തിലുള്ള സന്തോഷത്തിൻ്റെ ചിരിക്കുള്ളൂ, വെറും സന്തോഷത്തിൻ്റെ ചിരിക്കില്ല. എങ്ങനെ ഇപ്പോൾ ഈ സന്തോഷം, ഇത് എനിക്ക് വന്ന് ഈ സന്തോഷം എനിക്ക് കിട്ടിയത് എന്നുള്ള അത്ഭുതം ഉണ്ടാകുമ്പോഴേ ചിരിക്കുള്ളൂ. അപ്പോൾ അത്ഭുതമുള്ള സമയത്ത് മനുഷ്യന്മാർ ചിരിക്കും. അത്ഭുതമില്ലാതെ ചിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്, അവർക്ക് സുഖമല്ല. പക്ഷെ ആ ചിരി, വായ കൂടുതൽ പൊളിച്ചുള്ള ചിരിയോ ശബ്ദം ഉയർന്ന ചിരിയോ മുത്തുനബി സാധാരണഗതിയിൽ ചിരിക്കാറില്ല. കാരണം അങ്ങനെ ചിരിച്ചാൽ, ഇമാം ഗസാലിയൊക്കെ പറഞ്ഞു, ആരിഫീങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ ചിരിക്കുമ്പോൾ കൽബിനിക്ക് ദുൽമത്ത്, ഇരുള് വരും, ഭക്തി കുറഞ്ഞു പോകും, ഇരുള് വരും. സന്തോഷിക്കാൻ പാടില്ല എന്നല്ല ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഔലിയാക്കന്മാരൊന്നും അങ്ങനെ ചിരിക്കൂല, അവർ പുഞ്ചിരിയ റസൂലുള്ളാഹിൻ്റെ സ്വഭാവമാണ്. എപ്പോഴെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉറക്കെ എത്താ ലഹറത്ത് നവാജിദുഹു എന്ന് പറയുന്നതിന് എന്താണ്ട, മുത്തുനബിയുടെ
കോട്ടുപല്ല് വരെ കാണുന്ന രൂപത്തിൽ മുത്തനബി ചിരിച്ചു എന്ന് ഒറ്റപ്പെട്ട സന്ദർഭങ്ങളിൽ ചിരിച്ച സംഭവം റിപ്പോർട്ടുണ്ട്. പക്ഷേ അവിടെ തന്നെ ഹദീസിലുണ്ട് നബി തങ്ങൾ അധിക ചിരിയും പുഞ്ചിരിയായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കാണും. ഇങ്ങനെ തന്നെ ഔലിയാക്കന്മാരുടെയും മുത്തനബിയോട് അനുകരിക്കുന്ന ഔലിയാക്കന്മാരും അങ്ങനെ ചിരിക്കുന്നതായി കാണാം. തബസ്സുമ്, പുഞ്ചിരി. സ്വല്ലൽ ഹഫീയു വസല്ലമ അലൽ മുഈനി ഫുഖിമാ. ബഹുമാനിയായ അല്ലാഹു തആലയുടെ പ്രകീർത്തനവും രക്ഷയും ഉണ്ടായിരിക്കട്ടെ. വസല്ലമ അലൽ മുഈനി. കണ്ടോ, മുത്തനബിയെ കുറിച്ച് പറഞ്ഞു മുഈന്, സഹായിക്കുന്ന മുത്തനബിൻ്റെ പേരാ മുഈന്. ഫുഖിമാ, ആദരണീയരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലർ റഫീഉ വസല്ലമ അലൽ മലാദി മുഫഖമാ. സല്ലർ, പരമോന്നതനായ അല്ലാഹു തആലയുടെ പ്രകീർത്തനവും രക്ഷയും അലൽ മലാദി, അഭയകേന്ദ്രമായ നബിക്കുണ്ടാവട്ടെ. മുഫഖമാ, സർവാദരണീയരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലൽ മുബീനു വസല്ലമ അലൽ അഅസ്സി അഹ്കമാ. സല്ലൽ മുബീനു, സുവ്യക്തനായ അല്ലാഹു തആല. വസല്ലമ, സുവ്യക്തനായ അല്ലാഹു തആല. അല്ലാഹുവാണ് ഇവിടെ ഏറ്റവും വ്യക്തമായ ഉള്ളവൻ. വ്യക്തമായുള്ള ഒരു വസ്തു അത് അല്ലാഹുവാണ്. അല്ലാഹുവിനേക്കാൾ ഇവിടെ തെളിഞ്ഞ ഒരു സാധനം വേറല്ല. അല്ലാഹുവാണ് ഇവിടെ ഏറ്റവും സ്ഥിരപ്പെട്ടവനും ഉണ്ട് എന്നുള്ളത് വ്യക്തമായവനും. ഈ പ്രപഞ്ചം അതിന് സാക്ഷിയാണ്. പ്രപഞ്ചത്തിലുള്ള സർവ്വതും അതിന് സാക്ഷിയാണ്. നാം അതിന് സാക്ഷിയാണ്. നമ്മുടെ മുഴുവൻ ചലനങ്ങളും അതിന് സാക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് മുബീൻ എന്നുള്ള പേര് അള്ളാഹുവിന് വന്ന്. സുവ്യക്തനായ അള്ളാഹു, അവൻ്റെ ഗുണവും രക്ഷയും ഉണ്ടായിരിക്കട്ടെ, അവൻ്റെ പ്രകീർത്തനവും രക്ഷയും ഉണ്ടായിരിക്കട്ടെ. അലൽ അഅസ്സി അഹ്കമാ. അലൽ അഅസ്സി, വലിയ ഇസ്സത്തുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വലിയ അഭിമാനമുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്കമ, വലിയ ഹിക്മത്തുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലൽ മുസീബു വസല്ലമ അലൽ ഇമാമി അസ്ലമ. സ്വല്ലൽ മുഹീതു വസല്ലമ അലൽ അമാനി അഅലമ. സ്വല്ലൽ മുസീബു വസല്ലമ, പ്രതിഫലദാതാവായ അല്ലാഹു തആല പ്രകീർത്തനവും രക്ഷയും നൽകട്ടെ. അലൽ ഇമാമി അസ്ലമ, അലൽ ഇമാമി, അനുകരണീയരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അസ്ലമ, അന്യൂനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. സ്വല്ലൽ മുഹീതു വസല്ലമ, പരമജ്ഞനായ അല്ലാഹു തആല പ്രകീർത്തനവും രക്ഷയും ചെയ്യട്ടെ. അലൽ അമാനി അഅലമ. അലൽ അമാനി അഅലമ. അമാൻ എന്ന് പറഞ്ഞാൽ മുത്തനബിയുടെ പേര് അഭയദാതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഅലമ, ഏറ്റവും അറിവുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടികളിൽ ഏറ്റവും അറിവുള്ള ആൾ മുത്തനബിയാണ്. മുത്തനബിയേക്കാൾ അറിവുള്ള ഒരാളുമില്ല. സല്ലൽ മുഈനു വസല്ലമ അലസ്സഈദി അഹ്ലമ. സല്ലൽ മുഗീസു വസല്ലമ അലശ്ശിഹാബി അക്രമ. കണ്ടോ, നേരത്തെ നമ്മൾ മുഈൻ എന്ന് മുത്തനബിയുടെ പേരാ പറഞ്ഞത്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ പേര്. സ്വല്ലൽ മുഈനു, സഹായിയായ അള്ളാഹു, അവൻ്റെ പ്രകീർത്തനവും രക്ഷയും ഉണ്ടായിരിക്കട്ടെ. അലസ്സഈദി അഹ്ലമ, സന്തുഷ്ടരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അഹ്ലമ, ഏറ്റവും സഹിഷ്ണുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലൽ മുഗീസു വസല്ലമ അലശ്ശിഹാബി അക്രമ. മുഗീസ്, ശരണം നൽകുന്ന അല്ലാഹു തആല, അവൻ പ്രകീർത്തനവും രക്ഷയും നൽകട്ടെ. അലശ്ശിഹാബി അക്രമ. ഷിഹാബ് എന്ന് പറഞ്ഞാൽ താരം, ഏറ്റവും വലിയ താരം.
എല്ലാ താരങ്ങളെക്കാളും മുകളിലുള്ള താരമാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. നൂറ് മുഹമ്മദിയാവുന്ന താരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ താരവും താരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രകാശം പുറത്തുവിടുന്നതുമായ താരം, ഏറ്റവും മുകളിലുള്ള താരം, ഏറ്റവും വലുപ്പമുള്ള താരം, അത് അന്നൂറുൽ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിയ. അക്രമ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലസ്സരീഉ വസല്ലമ അലൽ ലബീബി ഫഹമ സല്ലശ്ശദീദു വസല്ലമ അലൻ നജീബി കുർരിമ. സല്ലസ്സരീഉ വസല്ലമ, പെട്ടെന്ന് ഹിസാബെടുക്കുന്ന, വിചാരണ ചെയ്യുന്ന അല്ലാഹു തആല അവൻ്റെ പ്രകീർത്തനവും രക്ഷയുമുണ്ടായിരിക്കട്ടെ. പ്രകീർത്തന വിചാരണ വേളയിൽ മഹ്ശറിൽ അന്ന് അല്ലാഹു തആല മുത്തനബിയുടെ പ്രകീർത്തനം കൊണ്ടുവരും. അതാ സല്ലസ്സരീഉ, പെട്ടെന്ന് വിചാരണ ചെയ്യുന്ന അള്ളാഹു മഹ്ശറിൽ വെച്ച് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർ ജനങ്ങളെയും അള്ളാഹു തആല വിചാരണ ചെയ്യും. ആ വിചാരണ ചെയ്യാൻ അള്ളാഹു തആല കോടിക്കണക്കിന് വർഷം എടുക്കുന്നില്ല. മറിച്ച് അത് ഒരു ഫർള് നിസ്കാരം നിസ്കരിക്കാൻ നമുക്ക് അത്ര ടൈം വേണം. അത്ര ടൈമിൻ്റെ ഉള്ളിലാണ് എല്ലാവരും വിചാരണ. അതാ ശരീഉൽ ഹിസാബ്. നമ്മൾ പറയുന്ന അസ്മാഉൽ ഹുസ്നയിൽ പലതും നമ്മൾ സാധാരണ പറയുന്ന 99 അസ്മാഉൽ ഹുസ്ന ഇല്ലാത്തതാണ്. പക്ഷേ അത് ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ വിശദീകരിച്ചതായി കാണാം. അലൽ ലബീബി, ലബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലബീബ് കുട്ടികൾക്ക് ഇടാൻ പറ്റിയ നല്ല പേരാണ് ലബീബ്. കുട്ടികൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളായി വരാൻ, ദിഷണാശാലികളായി വരാൻ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ പേരാണ് ലബീബ്. എന്തോ പേരിടാൻ പാടില്ല. ദൈക്ഷണികനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലബീബ് എന്ന് പറഞ്ഞ ബുദ്ധിയുടെ അളവിൽ ഏറ്റവും പവർ കൂടിയാൽ അതിന് ലബീബ് എന്നാണ് പറയുക. അറബി ഭാഷയിൽ ബുദ്ധിക്ക് കുറേ പവറുണ്ട്. പവറിനനുസരിച്ച് പദങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അഖ്ലി എന്നാണ് തുടക്കം ബുദ്ധി. പക്ഷെ അതങ്ങനെ പവർ കൂടി സക്കാ എന്ന് പറയും, കത്തുന്ന ബുദ്ധി, കത്തിത്തിളങ്ങുന്ന, വെട്ടിത്തിളങ്ങുന്ന ബുദ്ധി. അവിടെ നിന്നൊക്കെ പവർ കൂടി മേലെ നിൽക്കുന്ന പവറിനാണ് ലുബ്, ലബീബ് എന്ന് പറയും. നല്ല നൂറുള്ള ബുദ്ധി. ഫഹമ, ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടൊക്കെ ഓരോന്ന് പറയാനുണ്ട്, പക്ഷെ ഒന്ന് വിശദീകരിക്കാൻ സമയമല്ല, അതുകൊണ്ട് നമ്മൾ വിശദീകരിക്കണില്ല. സല്ലശ്ശദീദു വസല്ലമ അലൻ നജീബി കുർരിമ. സല്ലശ്ശദീദു വസല്ലമ, പരമശക്തനായ അല്ലാഹു തആല അവൻ്റെ പ്രകീർത്തനവും രക്ഷയും നൽകട്ടെ. അലൻ നജീബി, നജീബ് എന്ന് പറഞ്ഞാൽ വിവേകൻ, വിവേകമുള്ള ആക്കാണ് നജീബ് എന്ന് പറയാം, വിവേകൻ. അതും ലബീബ് എന്ന് പറഞ്ഞതുപോലെ അതിനോട് ബന്ധമുള്ള, ആശയത്തിലും പദത്തിലൊക്കെ അക്ഷരങ്ങളിലൊക്കെ ബന്ധമുള്ളൊരു പദമാണ് നജീബ്. തൻ്റെ ഇടം, വിവേകം, തൻ്റെ ഇടത്തിലാണ് നജീബ് എന്ന് പറയും, വിവേകം. കുർരിമ, ബഹുമാന്യരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലൽ ഖദീറു വസല്ലമ അലർ റഊഫി അഖ്വമ സല്ലൽ ഖരീബു വസല്ലമ അലർ റഹീമി മുഫഹിമ. സല്ലൽ ഖദീറു, സർവശക്തനായ അല്ലാഹു തആല, എല്ലാ കഴിവുമുള്ള അല്ലാഹു തആല അവൻ്റെ പ്രകീർത്തനവും രക്ഷയും നൽകട്ടെ. അലർ റഊഫി, അനുകമ്പയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അഖ്വമ, ഏറ്റവും ചൊവ്വുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ചൊവ്വുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ചൊവ്വുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടത് തിങ്കളാഴ്ചയാണ്.
അതുകൊണ്ട് അതിൻ്റെ തൊട്ട് അടുത്ത ദിവസം ചൊവ്വാഴ്ചയായി മാറിയത്. ഏറ്റവും ചൊവ്വുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ട ദിവസത്തിൻ്റെ തൊട്ട് ശേഷമുള്ള ദിവസം ചൊവ്വാഴ്ച, അത് ചൊവ്വുള്ള ദിവസമായതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം. തിങ്കളാഴ്ചൻ്റെ ആ ബർക്കത്ത് ചൊവ്വാഴ്ചക്കും കുറേശ്ശെ കിട്ടി. ചൊവ്വാഴ്ച നല്ല ദിവസമാണ്. അതാ മടവൂർ ശൈഖ് പറഞ്ഞത് ചൊവ്വാഴ്ച ചൊവ്വുള്ള ദിവസമാണ് എന്ന് പറഞ്ഞു. ആരോ മുമ്പ് പറഞ്ഞു ചൊവ്വാഴ്ച ചൊവ്വില്ലാത്ത ദിവസമാണ്. ഏതോ ചൊവ്വില്ലാത്ത ആളുകൾ പറഞ്ഞതാണത്. ചൊവ്വുള്ള ആളുകളൊക്കെ ചൊവ്വാഴ്ച ചൊവ്വുള്ള ദിവസം എന്നാണ് പറഞ്ഞത്. ചൊവ്വാഴ്ച കത്തി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഹദീസിലുണ്ട്. അതോരോ ദിവസത്തിനും ഓരോ പ്രത്യേകത ഉണ്ടാവും. കച്ചവടം തുടങ്ങാൻ പറ്റിയ ദിവസം വ്യാഴാഴ്ചയാണ്, അത് തിങ്കളാഴ്ച അല്ല. അപ്പോൾ ഓരോന്നിനും ഓരോ ദിവസം ഉണ്ടാവും. അപ്പോൾ ചൊവ്വാഴ്ച മുടി കളയുക, നഖം മുറിക്കുക, അങ്ങനെ കത്തി ഉപയോഗിക്കാൻ പാടില്ല എന്ന്, ശരീരത്തിൽ കത്തുപയോഗിച്ചുകൊണ്ട് വേണ്ടാത്ത നഖങ്ങളും മുടികളൊന്നും നീക്കാൻ പാടില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സല്ലൽ ഖരീബു വസല്ലമ അലർ റഹീമി മുഫഹിമ. സമീപനായ അല്ലാഹു തആല അവൻ്റെ പ്രകീർത്തനവും രക്ഷയും നൽകട്ടെ. അലർ റഹീമി, എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണികരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാവർക്കും റഹ്മത്ത് കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഫഹിമാ, ഗ്രാഹ്യമാക്കി കൊടുക്കുന്ന, മനസ്സിലാക്കി കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലൽ കഫീലു വസല്ലമ അലൽ അബറി അഫ്ഹമ വൽ ആലി വൽ അസ്ഹാബി മഅ അഹ്ബാബിഹി മുതമ്മമ. സല്ലൽ കഫീലു വസല്ലമ. കഫീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരുമാണ് കഫീൽ, ഏറ്റെടുത്തവനായ അള്ളാഹു. വതവല്ലനി ഫീമൻ തവല്ലൈത്ത് എന്ന് നമ്മൾ ഖുനൂത്തിൽ പറയുന്നുണ്ട് അള്ളാഹുവിനോട്. പഠിച്ചവനെ, നീ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ കാര്യം നീ ഏറ്റെടുക്കണേ എന്നാണ് പറയുന്നത്. ഔലിയാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു തആല ഏറ്റെടുത്തു. ഔലിയാക്കന്മാർക്ക് വലിയ അറിയാൻ കാരണം എന്താ വലിയ? അൽ വലിയു മൻ തവല്ലല്ലാഹു ദുനിയാഹു ആഖിറതഹു. അള്ളാഹു ദുനിയാവും ആഖിറവും ഏറ്റെടുത്ത ആൾക്കാരാണ് അവനാ വലിയ എന്ന് പറയുന്നത്. അള്ളാഹു ഏറ്റെടുത്തു ദുനിയാവും ആഖിറവും, അതാ വലിയ. അപ്പൊ അതാ നമ്മള് ഖുനൂത്തിൽ പറയണത്, അതാണ് ഖുനൂത്തിൽ പറയുന്നത്. വതവല്ലനി ഫീമൻ തവല്ലൈത്, റബ്ബേ നീ ഞങ്ങളുടെ ദുനിയാവും ആഖിറവും ഏറ്റെടുക്കണേ. അലൽ അബറി, ഏറ്റെടുത്തവനായ അല്ലാഹു തആല അവന് പ്രകീർത്തനവും രക്ഷയും നൽകട്ടെ. അലൽ അബറി, സൽഗുണരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, അഫ്ഹമ, അതിഗ്രാഹിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, വല്ലാലി വല്ല സുഹാബി മഅ അഹ്ബാബിഹി മുതമ്മമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പ്രകീർത്തനവും രക്ഷയും വേണം. അതുപോലെ വല്ലാലി, മുത്തുനബിയുടെ ആലിനും. കണ്ടോ, ആല് മുത്തുനബിയുമായി ബന്ധമുള്ളവർക്കും. മുത്തുനബിയായിട്ട് ഏറ്റവും ബന്ധം ആർക്കാണോ അവർ മുന്നിലേക്ക് നിൽക്കേണ്ടി വരും. മുത്തുനബിയായിട്ട് ഏറ്റവും ബന്ധം ആർക്കാ? മുത്തുനബിയായിട്ട് ഏറ്റവും ബന്ധം നൂറ് മുഹമ്മദിയുമായി ഏറ്റവും ബന്ധമുള്ളവർ, അതായത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ഔലിയ ആണ്. ആല്, മുത്തുനബിയുമായി ബന്ധമുള്ളവർ എന്ന് പറഞ്ഞതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പ്രഗത്ഭരായ ഔലിയ മശായിഖാണ്. അവരാണ് ഒന്നാം സ്ഥാനത്ത്. പിന്നെ അഹ്ലുബൈത്ത് എന്ന് പറയുന്ന, അഹ്ലുബൈത്ത് ഇവർക്ക് പറയും, നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അഹ്ലുബൈത്ത് എന്ന് പറയുന്ന സാധാരണ നാം പറയാറുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുടുംബബന്ധമുള്ള ആളുകൾ, നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന കുടുംബബന്ധമുള്ള ആളുകൾ, അവരും ആരാണ്? ഇമാം ആരിഫീങ്ങളിൽ പ്രധാനിയായ
ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു അവരുടെ ഉസ്താദ് വിശദീകരിച്ചതായി അവർ പറയുന്നുണ്ട്. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ. എൻ്റെ ഖുർബ, എന്നോട് അടുത്ത ബന്ധമുള്ള ആളുകൾ, അവരെ നിങ്ങൾ സ്നേഹിക്കണം. അതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത് എന്നല്ലാതെ ഞാൻ നിങ്ങൾക്ക് പ്രബോധനം ചെയ്തു തന്നതിന് നിങ്ങൾ എനിക്ക് വേറൊരു പ്രതിഫലം തരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ നിങ്ങൾക്ക് പ്രബോധനം ചെയ്തു തന്നതിന് നിങ്ങളൊന്നും എനിക്ക് തരണ്ട, പിന്നെ എന്ത് മതി? നിങ്ങൾ എൻ്റെ ഖറാബത്തിന് അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചാൽ മതി. ഞാൻ പ്രബോധനം ചെയ്തത് അത് പൂർണ്ണമായി 100% അതിനോട് അനുകരിച്ച് പിൻപറ്റി വിലായത്തിൻ്റെ മർത്തബയിലേക്ക് എത്തി എൻ്റെ റൂട്ട് തിരിച്ചറിഞ്ഞ് എൻ്റെ റൂട്ട് തെളിയിച്ചു കൊടുക്കുന്ന ആളുകൾ. അപ്പോൾ ഈ ഇല്ലൽ മവദ്ദത്ത് ഫിൽ ഖുർബ എന്ന് പറഞ്ഞതിൽ അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു എന്ന് പറയുന്നത് 1ാം സ്ഥാനത്ത് ഔലിയ ആണ്. പിന്നെ അതുപോലെ മുത്തനബിയുടെ റൂട്ട് മനസ്സിലാക്കി തരുന്നവർ തന്നെയാണ് ആര്? സാധാരണ മനസ്സിലാക്കുന്ന തങ്ങന്മാരും. പക്ഷെ 1ാം സ്ഥാനത്ത് ഔലിയ ആണ് എന്ന്, മശായിഖാണ് എന്ന് ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട്.